ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ പുതിയ പ്രഭാതവും ദാനമായി നമുക്ക് നൽകിയ ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ഇന്നത്തെ വായന ഭാഗം യെശയ്യാവിന്റെ പുസ്തകം 31 മുതൽ 33 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യെശയ്യാ പ്രവചനം 32 അധ്യായം 17 വാക്യം. നീതിയുടെ പ്രവൃത്തി സമാധാനവും നീതിയുടെ ഫലം ശാശ്വത വിശ്രാമവും നിർഭയതയും ആയിരിക്കും. 32 അധ്യായം നീതിയുള്ള രാജാവിൻ്റെ ഭരണത്തെയും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെ ഉണ്ടാകുന്ന ആത്മീയ നവീകരണത്തെയും കുറിച്ചാണ് പറയുന്നത്. നീതിയുള്ള രാജാവും ന്യായത്തിൽ താല്പര്യമുള്ള ഭരണകർത്താക്കളുമാണ് നവയുഗത്തിൻ്റെ നാഴികക്കല്ലുകൾ. അതിനാൽ അഴിമതിയും അനീതിയും നിറഞ്ഞ സമൂഹത്തിൽ ദൈവം വാഗ്ദാനം ചെയ്യുന്ന നീതിയുടെയും സമാധാനത്തിൻ്റെയും രാജ്യം എന്നതാണ് ഈ അധ്യായത്തിൻ്റെ പ്രധാന സന്ദേശം. ഇത്തരത്തിൽ ദൈവം വിഭാവന ചെയ്യുന്ന ലോകത്തിന് ഉണ്ടാകുന്ന അനുഗ്രഹങ്ങൾ, ദൈവാത്മാവ് വ്യാപരിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഇവയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായിട്ട് ഒരുമയുടെയും ഐക്യത്തിൻ്റെയും അനുഭവം. നീതിയുള്ള ന്യായാധിപതി ഉള്ളപ്പോൾ ജനങ്ങൾ പരസ്പരം താങ്ങും തണലുമായി നിൽക്കുമെന്ന് ഇവിടെ വിവിധ തരത്തിൽ ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കുറിവാക്യത്തിൽ കേട്ടതുപോലെ നീതിയുടെ പ്രവൃത്തി സമാധാനവും നീതിയുടെ ഫലം ശാശ്വത വിശ്രാമവും നിർഭയതയും ആയിരിക്കും എന്ന് കാണുന്നു. ക്രിസ്തു വിഭാവനം ചെയ്തിരിക്കുന്ന ജീവിത ശൈലിയും ഇങ്ങനെ തന്നെ ഉള്ളതായിരുന്നു. ഏവരും പരസ്പരം സ്നേഹിച്ചും കരുതിയും മുന്നോട്ട് പോകുന്ന അനുഭവം. അങ്ങനെയെങ്കിൽ നീതിയുള്ള രാജാവിൻ്റെ ഭരണത്തിൽ ജനങ്ങൾ സുരക്ഷിതരായി വസിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവിടെ സ്വാർത്ഥതയ്ക്ക് പകരം നീതിയും സത്യവും ഉണ്ടാകുന്നു. കാരണം ക്രിസ്തുവാണ് സഭയുടെ യഥാർത്ഥ തലവൻ. അതിനാൽ അവിടുത്തെ ഭരണത്തിൽ യഥാർത്ഥ ഐക്യം ഉണ്ടാകുന്നു. ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ഒരുമയും ഐക്യവും ഇല്ലാത്തതിനാൽ കുടുംബങ്ങളിൽ ഭിന്നതയും അകൽച്ചയും വർദ്ധിക്കുന്നു. സഭകളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. ബന്ധങ്ങൾ ദുർബലമായി തീരുന്നു. ഇത്തരത്തിൽ ഒരുമയും ഐക്യവും സാധ്യമാകാത്ത നമ്മുടെ ജീവിത അനുഭവങ്ങളെ നമുക്കും ഒന്ന് ശോധന ചെയ്യാം. രണ്ടാമതായിട്ട് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് സ്ത്രീകൾക്കായുള്ള ഒരു മുന്നറിയിപ്പാണ്. ഇവിടെ ആദ്യം സ്ത്രീകളെ അഭിസംബോധന ചെയ്യുന്നു. അതാണ് ഈ അധ്യായത്തിന്റെ 9 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ സ്ത്രീകളെ മാത്രം കുറ്റപ്പെടുത്തുകയല്ല, മറിച്ച് സമൂഹത്തിന്റെ ആത്മീയ അവസ്ഥയെ പ്രതിനിധീകരിക്കുന്ന മുന്നറിയിപ്പുകളാണ് നൽകുന്നത്. ഇവിടെ സുഖ സൗകര്യങ്ങളിലും സംതൃപ്തിയിലും ജീവിച്ചിരുന്ന ജനത്തെ ദൈവം ഉണർവിലേക്കാണ് വിളിക്കുന്നത്. ആത്മീയ അലക്ഷ്യത്തിൽ നിന്നും ഉണരുക, ദൈവത്തിൻ്റെ ശബ്ദം ശ്രദ്ധയോടെ കേൾക്കുക. സമൃദ്ധി എന്നും നിലനിൽക്കുകയില്ല. അതിനാൽ മാനസാന്തരവും പ്രാർത്ഥനയുമാണ് ഏറെ ആവശ്യം. ഈ അറിയിപ്പ് ഭയപ്പെടുത്തുവാനുള്ളതല്ല, മറിച്ച് തൻ്റെ ജനത്തെ മാനസാന്തരത്തിലേക്കും ആത്മീയ നവീകരണത്തിലേക്കും ക്ഷണിക്കുവാനായിട്ട് ഉള്ളതാണ്. അതിനാൽ ഈ മുന്നറിയിപ്പുകളെ നമുക്കും ശ്രവിക്കാം. ഈ ആഹ്വാനങ്ങൾക്ക് ഉചിതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും ഒരുമയിലും ഐക്യത്തിലും ജീവിക്കുവാനും ശ്രമിക്കാം. അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ ദൈവമേ, ഞങ്ങളുടെ സഹജീവികളോട് സ്നേഹത്തോടും ഐക്യത്തോടും വർത്തിക്കുവാനും ലാളിത്യത്തിൻ്റെയും വർജനത്തിൻ്റെയും ജീവിതശൈലി രൂപപ്പെടുത്തുവാനും ഞങ്ങളെ ഏവരെയും ഇടയാക്കണമേ. ആമേൻ.